ഗൈസ് ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് മാറി ഗൈസ്. ടോളിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ ശരിയില്ല, വെരി ബാഡ്. വെരി ബാഡ് അല്ല, അവിടെ പോകുന്ന പുരുഷന്മാർക്ക് കുണ്ടിക്ക് തല്ലി വിട്ടു കയ്യിലുണ്ട്. ചേച്ചി ടോളിൻ്റെ അടുത്ത് നിന്ന് പോരാൻ കാരണം എന്താണെന്നറിയോ? അടുത്തൊരു സിസ്റ്റർ അവൻ്റെ കുണ്ടിക്ക് സ്കെയിൽ കൊണ്ടിട്ട് തല്ലിയിരിക്കാം. എനിക്ക് ടെസ്റ്റ് ഡോസ് വേണ്ടായിരുന്നു. ഇല്ല വേണ്ടെന്ന് പറഞ്ഞില്ല. ഓ സ്ഥിരം അടിക്കുന്നുണ്ട്. സ്ഥിരം നമ്മള് ടോളിൻ്റെ അടുത്ത് നിർത്തുന്ന എന്നിട്ട് എന്തേലും ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാ. ഞാനോ കുണ്ടിക്ക് സ്കെയിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചൊരൊറ്റടി. ആരായത്? ആടുള്ളത് മറ്റേ റിസപ്ഷനിലുള്ളത്. അവിടെ പോകുന്ന ആൺകുട്ടികളൊന്നും ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലായിരുന്നു പോകൽ. അപ്പോൾ അവിടെ രാത്രി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയപ്പോൾ ഒരു സിസ്റ്റർ സ്കെയിലെടുത്തിട്ട് കുണ്ടിക്കിട്ടടിച്ച് അരവിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പിന്നെ അവൻ്റെ കൈമുള്ള ഓർണമെൻറ്റ്സ് വാങ്ങി അപ്പോൾ സ്വർണ്ണമാണോ എന്നുള്ളതൊക്കെ നോക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ ആ മാനേജറെ വിളിച്ചു പറഞ്ഞിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് വന്നു. നമുക്ക് ഹോസ്പിറ്റലില്ലാത്തൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഏതായാലും ഓന് ചുണ്ടിക്ക് 4-5 അടി കിട്ടി. സ്കെയിൽ കൊണ്ട് പിള്ളേരങ്ങ നല്ലതിൻ്റെ മാതിരി ഒന്നുമില്ല. ആ ഒരു ഏജെങ്കിലും തള്ളച്ച് നോക്കണ്ടായിരുന്നോ? ഇങ്ങോട്ട് മാറി. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വഴി ജ്യൂസ് മടങ്ങി പറഞ്ഞ ഇങ്ങോട്ട് തട്ടിക്കും. മടങ്ങി വരുന്ന ഈ ജ്യൂസ് പൊട്ടിച്ച കേട്ടാ ക്യാമറ നോക്കിക്കോട്ടെ. അപ്പം അങ്ങനെയാണ്. എന്താ ആൾക്കാരെയും ചെലവിനെടുക്കണ്ടേ? അവരാരെയും പൊതുവെ ചവിട്ടിയാണല്ലോ ഇതാക്കല്. പിന്നെ കുറേ കാലത്തിന് ശേഷം അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ദൈവം തന്നതാ അങ്ങനല്ല വരികയോ? ദൈവം തന്നതാ. ട്രെൻഡ് മാറി. അരുണിന്റെ വിവാഹം ഉറപ്പിച്ചപ്പോൾ ജസ്റ്റ് ഹോസ്പിറ്റലിലായി. കുടിക്കാനും സമ്മതിക്കണം.